നിയമനത്തെ ചൊല്ലിയുള്ള KSU മുഖ്യമന്ത്രി പോരിൽ മുതിർന്ന നേതാക്കളും ചേരിതിരിഞ്ഞതോടെ കോൺഗ്രസിൽ അതിരൂക്ഷ പ്രതിസന്ധി. VD സതീശനുമായി തുറന്ന യുദ്ധം നടത്തുന്ന അലോഷ്യസ് സേവ്യറിന് VM സുധീരൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. KSUക്കാർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. KSUവിന് അഭിപ്രായങ്ങൾ പറയാമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശന് വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് അലോഷ്യസ് സേവ്യറിനെ മുതിർന്ന നേതാവ് VM സുധീരൻ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തിയത്. ശ്രീ അലോഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള അലോഷ്യസ് സേവ്യർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർജവത്തോടെ നിലപാട് പറയുന്നയാളെന്ന് അലോഷ്യസിനെ പ്രശംസിക്കുമ്പോൾ മദ്യനയത്തിന് പിന്നാലെ പ്ലീഡർ വിവാദത്തിലും സുധീരൻ VD വിരുദ്ധപക്ഷത്തിന്റെ അമരക്കാരനാവുകയാണ്. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിൻ്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവ്വം അത് ഉൾക്കൊള്ളുക. KSU മുഖ്യമന്ത്രി പോരിന്റെ പിരിമുറുക്കം KPCC ആസ്ഥാനത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി തുടങ്ങിയപ്പോൾ മുതലുണ്ടായി. KSU സംസ്ഥാന പ്രസിഡന്റ് വേദിയിൽ ഒരു ഇരിപ്പിടമില്ലാതെ താഴെ സ്വന്തമായി കസേര കൊണ്ടുവന്നിട്ടിരുന്നു. പിന്നീടാണ് വേദിയിൽ ഒരു കസേര കിട്ടിയത്. പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോഴും പ്ലീഡർ നിയമന വിവാദം അതേപടി നിലനിൽക്കുന്നുവെന്ന് അലോഷ്യസ് തുറന്നു പറഞ്ഞു. നിലപാട് പറയുന്നതിനെ ഗ്രൂപ്പിന്റെ വാലിൽ കെട്ടരുതെന്നും വ്യാഖ്യാതാക്കൾക്ക് മുന്നറിയിപ്പ്. KSU എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിലപാടുകൾ പറയാൻ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ്. അത് 1957 മുതൽ 2026 വരെ അത്തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി നൽകുന്നുണ്ട്. അഭിപ്രായം പറയുന്ന കാര്യത്തിൽ അത് ഗ്രൂപ്പിന്റെ വാലിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്ലീഡർ നിയമനത്തിൽ മുൻ SFIക്കാരൻ ഉൾപ്പെട്ട വിഷയം KPCC പ്രസിഡന്റിന് മുൻപിലും അലോഷ്യസ് അവതരിപ്പിച്ചു. ചർച്ചയിൽ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും പങ്കെടുത്തു. ഇന്നലെ തേവരയിലെ ചടങ്ങിൽ അലോഷ്യസിനെ സതീശൻ അവഗണിച്ചിട്ടില്ല എന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ആ ചടങ്ങ് കഴിഞ്ഞ് വേഗത്തിൽ അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗിലേക്ക് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് പോയി. അദ്ദേഹം KSU പ്രസിഡന്റിനെ കണ്ടില്ല, പുറകിലാണ് ഉണ്ടായിരുന്നെന്നാണ് എന്നോട് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതിസൂക്ഷ്മമായിട്ടാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. KSU പ്രവർത്തകർക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, എന്നാൽ കാര്യങ്ങൾ ബന്ധപ്പെട്ട വേദിയിലാണ് ആദ്യം ഉന്നയിക്കേണ്ടതെന്ന് KC പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷകൾ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ അലോസരങ്ങൾ ഉണ്ടാകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ, അതിനകത്ത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ആ വിഷമങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ശ്രമിക്കും. KSUവിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല പരോക്ഷമായി ചേർന്നു. KSU ആൾക്കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പരാതി പരിഹരിക്കും, പരിശോധിക്കും. അത് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വിവാദത്തിൽ VD സതീശന്റെ പക്ഷം പറഞ്ഞ K ബാബു യുവ MP ശുപാർശ പ്രകാരമാണ് വിവാദ നിയമനം ഉണ്ടായതെന്ന് വെളിപ്പെടുത്തി. ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. അത് IB ഈഡനല്ല, ഒരു യുവ MP ആണ് റെക്കമെൻഡ് ചെയ്തത്. പ്രതികരണങ്ങൾ പരിധി വിടരുത് എന്നാണ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ മുന്നറിയിപ്പ്. KSUവിന്റെ പ്രശ്നങ്ങൾ പാർട്ടികൾക്കും ഗവൺമെന്റുകൾക്കും പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ പരിഹരിക്കും. VD അനുകൂലികളും വിരുദ്ധരുമെന്ന ചേരിതിരിവിലൂടെ വിവിധ വിവാദ വിഷയങ്ങളിൽ കോൺഗ്രസിൽ പിരിമുറുക്കം രൂക്ഷമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.